കണ്ടോ, നല്ല ഒന്നാന്തരം മഞ്ഞ തണ്ണിമത്തനാട്ടോ. നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഈ പാലാ കോട്ടയത്തൊക്കെ ഇത് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കഴിഞ്ഞ കൊല്ലം ഇതേ പറമ്പിൽ നിന്നാണ് നമ്മൾ സാധാരണ ചുമന്ന തണ്ണിമത്തം പറിച്ചത്. അവിടെ തന്നെ ഈ കൊല്ലം മഞ്ഞ വെറൈറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാവട്ടോ നമ്മുടെ ചേട്ടായും ചേച്ചിയും കൂടെ. അത് പിന്നെ വിളവെടുക്കാൻ പാകമാകുന്ന ഏത് പഴം ആ തോട്ടത്തിൽ വിരിഞ്ഞാലും നമ്മളാണല്ലോ ഫസ്റ്റ് റിവ്യൂ ചെയ്യുന്നത്. ചെന്നു രാവിലെ തന്നെ കൊമ്പുള്ള തണ്ണിമത്തൻ, ബാക്കി നിൽക്കുന്ന വെണ്ടയോട്ടോ തണ്ണിമത്തിന് കൊമ്പ് കൊടുത്തേ. ഡിസംബറിൽ എല്ലാവരും ധൈര്യമായിട്ട് തൊടുപുഴ, പാലാ, കോട്ട ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും നടാം കേട്ടോ. തണ്ണിമത്തൻ്റെ ഇഷ്ടമുള്ള വെറൈറ്റി പഠിച്ച് നട്ടോ. കാരണം ഇപ്പോൾ പ്രൂഫാണ്, മഞ്ഞ ആയിക്കോട്ടെ ചുമല ആയിക്കോട്ടെ എല്ലാ വെറൈറ്റിയും നമ്മുടെ നാട്ടിലുണ്ടാവും. നടുന്ന സമയം മാത്രമാണ് പ്രധാനം. നല്ലപോലെ വിളഞ്ഞ തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ കത്തിയങ്ങ് തൊട്ടാൽ മതി, അപ്പോഴേന്ന് പൊട്ടത് വെച്ചേക്കാം. അതാദ്യം കേട്ടെ. കണ്ടോ, കത്തിയങ്ങ് തൊട്ടതെ ഫുള്ളിങ് വിരിഞ്ഞു പോകുന്നു കേട്ടോ. തിരിച്ചു കാണില്ലേ? അത് കുഴപ്പമില്ല. കുറച്ചുകൂടെ നേരത്തെ പറിച്ച ഒന്നും കൂടെ നല്ല മഞ്ഞ കളറാവട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാം എന്താ കളർ എന്നുള്ള. കുരുവും വലിയ അധികം കുരുവൊന്നുമില്ല. പക്ഷേ നമ്മുടെ സാധാ തണ്ണിമത്തനുമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുറച്ച് മധുരം കൂടുതലുള്ള പോലെ തോന്നും. അതുപോലെ സാധാ തണ്ണിമത്തിനകത്തൊരു തരി നമുക്ക് തോന്നാറില്ലേ ആ കടിക്കുമ്പോൾ? ആ തരിയും ഇവിടെ ഇതിനകത്ത് കുറവായിട്ടാണ് തോന്നി കേട്ടോ. ഈ ബാക്കി നിൽക്കുന്നവരാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ കർഷകർ. എന്നാലും എല്ലാ പഴവും ഒരെണ്ണം എനിക്ക് തന്നിട്ട് തിന്നില്ലെങ്കിൽ കൊതി കിട്ടുമെന്ന് മേടിച്ചിട്ടല്ല, അടുത്ത കൊല്ലം ഇരട്ടി വള കിട്ടുമെന്നാണ് അവരുടെ ഒരു അഭിപ്രായം. ഇത് അനുഭവ സാക്ഷ്യമാണ്. നിങ്ങൾക്കും പരീക്ഷിക്കാൻ കേട്ടോ. നല്ല നല്ല പഴങ്ങളുണ്ടാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് തിന്നാം. പിന്നെ നമ്മുടെ തോട്ടത്തിലുള്ള കേട്ടോ ഈ ഒരു വഴുതന, ഇതിന് പറയുന്നത് ഇല്ലിക്കൊമ്പൻ വഴുതനങ്ങാന്ന് കേട്ടോ. കാസർഗോഡിൻ്റെ തന്നെ നാടൻ വെറൈറ്റി എന്നാണ് പറയുന്നത്. ടേസ്റ്റ് നല്ല അടിപൊളിയാണെന്ന് പറയുന്നത്. ഇത് ബോട്ടിൽ നട്ടോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, അറിയാവുന്നവർ കമൻറ്റ് ചെയ്ത്. എനിക്കറിയാൻ പാടില്ല. ഇത് മത്തങ്ങ പോലെ തന്നെ നമുക്കെല്ലാം ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ രാവിലെ തോട്ടത്തിൽ അലറച്ചിട്ട് വിളവെടുപ്പൊക്കെ നടത്തി വീട്ടിലോട്ട് വന്നപ്പോൾ എന്നാ കഥ. ഒരുത്തനത് പുൽത്തൊട്ടി കിടന്ന് ഭയങ്കര കാർച്ച. എന്നെ പറ്റി 2 ദിവസമായിട്ട് കാർച്ചയെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു കേട്ടോ. പേടിക്കാനൊന്നുമില്ല, ചെറിയ മുറിവ. പക്ഷെ അതും വെച്ചോണ്ടാണ് ഈ നടപ്പ് മൊത്തം, രാജ്യം മൊത്തം കറങ്ങിട്ടല്ലേ വരുന്നത്. നമ്മൾ പിന്നെ മരുന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. വെറ്റോമാക്സ് എന്ന് പറഞ്ഞിട്ട് മുറിവൊക്കെ അരിയാനുള്ളൊരു മരുന്ന്, അതൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കൂകളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടപ്പയുടെയും കുഞ്ഞിൻ്റെയും കൂട്ടത്തിൽ സൈൻ ഓഫ് പറയുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ടാറ്റ.